Welcome to Karki's Stories. പ്രിയ പ്രണയിനി ഭാഗം 72. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. എങ്ങനെയുണ്ട് മോളെ ചേലക്കല ജീവിതം? ശാരദയിടത്തെയും വിശ്വനും നിന്നോടും കുഞ്ഞിനോടും നന്നായിട്ട് തന്നെയാണോ പെരുമാറുന്നേ? അമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആശങ്ക മനസ്സിലാക്കിയിട്ടെന്നോണം രശ്മിക മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ ഉമ്മ വെച്ചു. മകളുടെ ആ സന്തോഷം അവരുടെ കണ്ണുകൾ നിറച്ചു. ടീച്ചൂട്ടൻ ജനിച്ചിട്ട് ഇന്നേ വരെ അവന്റെ അച്ഛനിൽ നിന്നും കിട്ടിയിട്ടില്ലാത്ത സ്നേഹവും വാത്സല്യവുമാ അവനിപ്പോ വിശ്വത്തിൽ നിന്നും അനുഭവിക്കുന്നതമ്മേ. അത് പറയുമ്പോ അവളുടെ കണ്ണുകളിലെ തിളക്കവും നോക്കി സരോജിനി പുഞ്ചിരിച്ചു. നിന്നോടോ? ഒരൽപ്പം കുസൃതിയോടെയുള്ള അമ്മയുടെ ആ ചോദ്യം കേട്ട് അവളൊന്ന് പതറി. ആ ചോദ്യത്തിന് പിന്നിലെ അർത്ഥം കൃത്യമായി മനസ്സിലായ അവളുടെ ഉള്ളിൽ വിരിഞ്ഞ നാണം ആ കവിളുകളെ ചുവപ്പിച്ചു കളഞ്ഞു. മറുപടിയൊന്നും പറയാതെ അവൾ മുഖം കുനിച്ച് ചിരിയൂറി നിന്നു. ആ നിൽപ്പ് കണ്ട സരോജിനി അമ്മ മകൾക്ക് സന്തോഷം നിറഞ്ഞൊരു പുതിയ ജീവിതം കിട്ടിയതിന്റെ ആശ്വാസത്തോടെ മനസ്സ് നിറഞ്ഞ ചിരിയോടെ ചായ നിറച്ച കപ്പുകൾ കയ്യിലേക്കെടുത്തു. പലഹാരം നിറച്ച പ്ലേറ്റുകളുമായി അമ്മയ്ക്ക് പിന്നാലെ സ്വീകരണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ നോട്ടം കസേരയിലിരിക്കുന്ന വിശ്വട്ടിന്റെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് മയങ്ങുന്ന കിച്ചൂട്ടനിലാണെന്ന് അവൾക്ക് മനസ്സിലായി. കാറിൽ കയറിയപ്പോൾ മുതൽ ഉറക്കം തുടങ്ങിയതാണവൻ. ഇപ്പോഴും പാതി മയക്കത്തിലാണ് ആള്. കുളുമണാലിയിലേക്ക് യാത്ര പോകുന്നതിനെ കുറിച്ച് സുരേന്ദ്രനോട് സംസാരിക്കുകയായിരുന്നു വിശ്വൻ. അച്ഛന്റെ കണ്ണുകളിലെ തിളക്കം അവളുടെ മനസ്സിനെ കുളിരണിയിച്ചു. സജീവനുമായുള്ള വിവാഹം കഴിച്ചതിൽ പിന്നെ ഇന്നാണ് അത്തരമൊരു സന്തോഷത്തിന്റെ തിളക്കം ആ കണ്ണുകളിൽ കാണുന്നത്. അവനെ എങ്ങ് കൊണ്ടുപോവാ വിശേട്ടാ, ഞാൻ അകത്തുണ്ടേ കിടക്കാം. അവൾ അടുത്തേക്ക് ചെന്ന് കിച്ചൂട്ടനെടുക്കാൻ കൈനീട്ടി. വിശ്വന്റെ കണ്ണുകൾ മിഴിഞ്ഞു. എന്തേലും ചോദിച്ചാൽ മുക്കിയും മൂളിയും മാത്രം മറുപടി പറയുന്നവൾക്ക് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ നാക്കുണ്ടായത് കൗതുകത്തോടെ നോക്കി കാണുകയായിരുന്നു അവൻ. അവന്റെ നോട്ടം കണ്ട് ചിരിച്ചും കൊണ്ട് അവൾ ഒരിക്കൽ കൂടി കൈനീട്ടി. വേണ്ട, അവൻ ഇവിടെ തന്നെ കിടന്നോട്ടെ. പറഞ്ഞതിനൊപ്പം ആ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു വിശ്വൻ. കുഞ്ഞിനോടുള്ള അവന്റെ സ്നേഹം കണ്ട് അച്ഛനും അമ്മയും സന്തോഷം നിറഞ്ഞ നോട്ടങ്ങൾ പരസ്പരം കൈമാറുന്നത് രശ്മിക അഭിമാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും നോക്കി നിന്നു. എന്നാ മക്കൾ പോകുന്നേ? ചായ ബിശ്വന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനിടയിൽ സരോജിനി ചോദിച്ചു. ഈ ശനിയാഴ്ച 10 ദിവസത്തേക്കാ പോകുന്നത്. പാതി ഉറക്കത്തിൽ നെഞ്ചിൽ കിടന്ന് കിച്ചൂട്ടൻ പിറുപിറുത്തത് കേട്ട് എല്ലാവരും ചിരിയായി. എവിടേലും പോണ കാര്യം കേട്ട ചെറുക്കനും അപ്പ ചാടി വീഴും. സരോജിനിയമ്മ വാത്സല്യത്തോടെ കിച്ചൂട്ടന്റെ മുടിയിൽ തലോടി. അവനൊന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ പാതി തുറന്ന് അമ്മമ്മയെ നോക്കിയിട്ട് വിശ്വനെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ച് വീണ്ടും കണ്ണുകൾ അടച്ചു. അതിനെ ഇന്നേ അവരെ ആരും എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഒരു നെടുവീർപ്പോടെ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ രശ്മികയുടെ കണ്ണുകളും ചെറുതായിട്ടൊന്ന് നനഞ്ഞു. ഇനിയിപ്പോ നാളെ പോയാൽ പോരെ നിങ്ങൾക്ക്? അവിടത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും സങ്കോചത്തോടെയുള്ള സുരേന്ദ്രന്റെ ചോദ്യം കേട്ട് വിശ്വൻ കൈനീട്ടി ആ കൈകളിൽ പിടിച്ചു. എനിക്ക് അങ്ങനെയൊന്നുമില്ല അച്ഛാ. പാർട്ടിയുടെ പരിപാടികൾക്കൊക്കെ പോകുമ്പോ കടത്തുണ്ടയിൽ വരെ കിടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടേ, അതിന് ചെല്ലാതെ വയ്യ. പിന്നെ കുറച്ചു ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാകുകയില്ലല്ലോ. മരുമകന്റെ തിരക്കുകളെ കുറിച്ച് അറിയാവുന്ന സുരേന്ദ്രൻ പിന്നെ നിർബന്ധിച്ചില്ല. എന്തായാലും ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ ഇരുന്ന് സംസാരിക്ക്, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. രശ്മി, നീ മോന് ഡ്രസ്സ് മാറാൻ എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ഊണ് കഴിച്ചിട്ടേ പോവുകയുള്ളൂ അമ്മേ, പക്ഷെ മാറാനൊന്നും വേണ്ട. വിശ്വൻ പറഞ്ഞത് കേട്ട് തലകുലുക്കിയിട്ട് സരോജിനി അമ്മ അടുക്കളയിലേക്ക് നടന്നപ്പോ വിശ്വനെ ഒന്നുകൂടി നോക്കിയിട്ട് രശ്മികയും പിന്നാലെ ചെന്നു. ഇതിപ്പോ വിദുരത്തിലെ ഹണിമൂൺ യാത്ര പോലെ ആകുമോ ദേവേട്ടാ? നെഞ്ചിലേക്ക് മുഖം കയറ്റി വെച്ചുകൊണ്ട് ഗൗരി ചോദിച്ചത് കേട്ട് ദേവൻ ചിരിച്ചു. ട്രിപ്പിന് നീലിമയും ജാസ്മിനും അവരുടെ കെട്ടിയവന്മാരും പിള്ളേരും കൂടി വരുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ പ്രതികരണമായിരുന്നു അവളുടേത്. അവരും കൂടി വരട്ടേടി വണ്ണേ. എന്തായാലും മുറികളൊക്കെ സെപ്പറേറ്റ് അല്ലേ. നമ്മൾ വഴിനീളെ കിടന്ന് ഹണിമൂൺ ആഘോഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ, അത് ശരിയാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോർമെട്രിയേ ഉള്ളൂ എന്നെങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറാൻ പോകുന്നത് അപ്പോഴാ. അതിപ്പോ നിന്റെ മാത്രമല്ല, കൂടെ വരുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും സ്വഭാവം മാറും. അതെ, അതാ. അതുകൊണ്ട് ഹോട്ടൽ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി. കാര്യം അവളുമാരൊക്കെ ചങ്കുകളാന്നേലും 14-ാം വയസ്സോട്ട് സ്വപ്നം കാണുന്ന ഹണിമൂൺ ട്രിപ്പായത്. അതിനെങ്ങാനും തട്ടുകേടുണ്ടായാലുണ്ടല്ലോ അവളുമാരൊക്കെ ഒന്ന് കൊല വിളിക്കും ഞാൻ. ആഹാ, എന്ത് നല്ല ഫ്രണ്ട്ഷിപ്പ്.
നീ പേടിക്കണ്ട ഗച്ചു, അതൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഹിമാലയൻ ഫോർട്ട് റിസോർട്ടിലാണ് റൂമുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടെ ഉള്ളത് കൊണ്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അയ്യേ, അപ്പൊ എവിടെ പോയാലും പോലീസുകാർ നോക്കും പിടിച്ച് കൂടെ ഉണ്ടാവോ? ചിലപ്പോ. ഞാനില്ല, നിങ്ങൾ പോയിക്കോ. പിണങ്ങിയതുപോലെ അവൾ തിരിഞ്ഞു കിടന്നു. ഹാ, പിണങ്ങല്ലേടി ശ്രീമതി. ഹണിമൂൺ ട്രിപ്പിന് ഒറ്റയ്ക്ക് പോകുന്ന ടെക്നിക്കൊന്നും ഇന്ന് അവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ, നീങ്ങ് വാ. അവൻ അവളെ തിരിച്ചു കിടത്താൻ ശ്രമിച്ചു. തന്നെത്താൻ അങ്ങ് ഉണ്ടാക്കിയാ മതി പലഹാരം. ഇണങ്ങാതെ അവൾ വാശി പിടിച്ച് കിടന്നതോടെ ദേവൻ അവളെ ബലം പ്രയോഗിച്ച് തിരിച്ചു കിടത്തി ആ ചുണ്ടുകൾ സ്വന്തമാക്കി. അല്പനേരം അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചിട്ടൊടുവിൽ മൂളിയും ഞരങ്ങിയും കൊണ്ട് അവൾ അവന് വിധേയയായി. പുലർച്ചെ 5 മണിയോടെ ടെമ്പോ ട്രാവലർ ചേലക്കയെ വീടിന് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ വിശ്വനും രശ്മികയും കിച്ചൂട്ടനും തയ്യാറായി വീടിന്റെ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. പെട്ടികളൊക്കെ കണ്ട് ഏതോ വലിയ യാത്രയ്ക്ക് പോവുകയാണെന്നുള്ള സന്തോഷം അച്ഛന്റെ കയ്യിലിരിക്കുന്ന കിച്ചൂട്ടനുണ്ട്. ടെമ്പോ ട്രാവലറിന്റെ ഡോർ തുറന്ന് ദേവനും ഗൗരിയും താഴേക്ക് ഇറങ്ങിയതോടെ കിങ്ങിണിയും ജാസ്മിന്റെ മകൻ അജ്മലും അവർക്കൊപ്പം ഇറങ്ങി വന്ന് കിച്ചൂട്ടനെ കളിപ്പിക്കാനുള്ള തിരക്കായപ്പോ വെള്ളമുണ്ടിനും ഷർട്ടിനും പകരം കാഷ്വൽ ഷർട്ടും കടും നീല ജീൻസും ഷൂസും ധരിച്ചു നിന്നിരുന്ന വിശ്വനെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു ദേവനും ഗൗരിയും. എന്തേ, നിനക്കൊക്കെ മാത്രം ജീൻസ് ഇട്ട ചേരുമെന്ന് കരുതിയോടാ? അവരുടെ നോട്ടം കണ്ട് വിശ്വൻ ചോദിച്ചപ്പോ കൊള്ളാമെന്നതുപോലെ ഇരുവരും തലകുലുക്കി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ബാഗുകളെടുത്ത് ട്രാവലറിന്റെ ഡിക്കിയിലേക്ക് വെച്ചതോടെ അവർ വണ്ടിയിലേക്ക് കയറി. പിൻ സീറ്റുകളിൽ ഇരുന്ന് വൈശാഖിയും ജാസ്മിനും നീലിമയും കൈ ഉയർത്തി അവരെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ പുതുമോടിക്കാരി ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതിന്റെ കൂടെ വരാൻ നാണമില്ല നിങ്ങൾക്ക്? വിശ്വൻ അവരെ വാരി. അത് പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ ആളുകൊണ്ടല്ലോ, അതാ ഞങ്ങളും കൂടി കയറിയത്. ജാസ്മിന്റെ ഭർത്താവ് ഫൈസൽ കൗണ്ടർ അടിച്ചപ്പോ നീലിമയുടെ അടുത്തിരുന്ന ശ്രീജൻ കൈ നീട്ടി അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആ ടെമ്പോ ട്രാവലർ കല്ലാട്ടെ ഗേറ്റ് കടന്നപ്പോ വിശ്വൻ കിച്ചുട്ടനെ സൈഡ് ഗ്ലാസ് മാറ്റി അതിൽ കൂടി വരാന്തയിൽ നിന്ന് ടാറ്റ പറയുന്ന അമ്മമ്മയെ കാട്ടിക്കൊടുത്തു. അവൻ കുഞ്ഞിക്കൈ കൊണ്ട് അമ്മമ്മയ്ക്ക് തിരികെ ടാറ്റ കൊടുത്തിട്ട് വിശ്വന്റെ മടിയിൽ കിടന്ന് തുള്ളാൻ തുടങ്ങി. പിന്നിലെ സീറ്റിലിരുന്ന് കളിക്കുന്ന കിങ്ങിണിയുടെയും അജ്മലിന്റെയും അടുത്തേക്ക് പോകാനുള്ള തിടുക്കമായിരുന്നു അവന്. പിൻസീറ്റിലിരുന്ന് ഗൗരി കൈനീട്ടി അവനെ എടുത്തിട്ട് പിള്ളേരുടെ അടുത്തേക്ക് പോയിരുന്നു. അതോടെ 3 വയസ്സുകാരി റിസ്വാനയും അങ്ങോട്ടേക്ക് പോകാൻ വാശിയായി. ജാസ്മിൻ അവളെയും പൊക്കി അവരുടെ ഇടയിലേക്ക് ഇരുത്തി കൊടുത്തു. അതോടെ പിൻസീറ്റിൽ കുട്ടികളുടെ ബഹളമായി. ദേവനും എഴുന്നേറ്റ് അങ്ങോട്ട് പോയതോടെ മുൻസീറ്റുകളിൽ വിശ്വനും രശ്മികയും വൈശാഖിയും അനന്തനും ഫൈസലും ജാസ്മിനും നീലിമയും ശ്രീജനും ഒക്കെ കൂടി ഒരു പെരുന്നാളിന്റെ ബഹളമായി. 3 മണിക്കൂർ നീണ്ട യാത്ര പാട്ടും കളികളും ഒക്കെയായി കടന്നുപോയത് ആരും അറിഞ്ഞില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ വലിയ ഗേറ്റിലൂടെ ട്രാവലർ ഉള്ളിലേക്ക് കയറിയപ്പോ ഗൗരിയുടെയും രശ്മികയുടെയും കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ വിമാനത്താവളം നേരിട്ട് കാണുന്നത്. വലിയ കണ്ണാടിച്ചിലുകൾക്കപ്പുറം നിരന്നു കിടക്കുന്ന കൂറ്റൻ വിമാനങ്ങൾ കണ്ട് കിച്ചൂട്ടൻ വിശ്വന്റെ കൈകളിൽ കിടന്ന് തുള്ളിച്ചാടുകയായിരുന്നു. ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി അവർ എയർപോർട്ട് ലോഞ്ചിലേക്ക് കയറി. അവിടെ നിന്നും എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഗൗരിയുടെയും രശ്മികയുടെയും കണ്ണുകൾ ചുറ്റുപാടുകളിലെ കാഴ്ചകളിലായിരുന്നു. അവരുടെ അത്ഭുതം കണ്ട് ദേവനും വിശ്വനും കാര്യങ്ങൾ ഓരോന്നായി അവർക്ക് പറഞ്ഞു കൊടുത്തു. സമയമായതോടെ എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറാൻ നീങ്ങി. കൊച്ചിയിൽ നിന്നും ഡൽഹി വഴി കുളുവിലെ ബുന്ദർ എയർപോർട്ടിലേക്കായിരുന്നു അവരുടെ വിമാനയാത്ര. വിമാനത്തിനുള്ളിൽ കയറിയതോടെ കുട്ടികളുടെ ആവേശം ഇരട്ടിയായി. വിൻഡോ സീറ്റിന് വേണ്ടി കിങ്ങിണിയും അജ്മലും തമ്മിൽ ചെറിയൊരു പിടിവലി നടന്നുവെങ്കിലും ഫൈസലും ശ്രീജനും ഇടപെട്ട് അവരെ സമാധാനിപ്പിച്ച് തിരികെ സീറ്റുകളിലേക്ക് ഇരുത്തി. വിമാനം പറന്നുയർന്നപ്പോ രശ്മിക ഭയത്തോടെ വിശ്വന്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ അവളെ നോക്കി കണ്ണടച്ച് കാട്ടിയിട്ട് തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തങ്ങ് പിടിച്ചു. ആദ്യം ഒന്നു പതറിയെങ്കിലും ആ ഇരിപ്പ് ഇഷ്ടപ്പെട്ടതുപോലെ അവൾ അവനിലേക്ക് ചാഞ്ഞു. റിസ്വാന അമ്മ ജാസ്മിന്റെ മടിയിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കണ്ട് കൈകൊട്ടി ചിരിച്ചു. മേഘങ്ങൾക്കിടയിലൂടെ വിമാനം പറന്നുയർന്നപ്പോ കിച്ചൂട്ടൻ അത്ഭുതത്തോടെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മുതിർന്നവർക്കിടയിൽ പഴയ ഓർമ്മകളും തമാശകളുമൊക്കെയായി സമയം പറന്നുപോയി. വൈശാഖിയുടെയും അനന്തന്റെയും പ്രണയം നിറഞ്ഞ നോട്ടങ്ങളും ദേവന്റെയും വിശ്വന്റെയും കളിച്ചിരികളും ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. ഡൽഹിയിൽ നിന്നും കണക്റ്റിംഗ് ഫ്ലൈറ്റ് കയറി അവർ കുളുവിലെ ബുന്ദർ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങിയതും ഹിമാലയൻ താഴ്വരയുടെ കോടമഞ്ഞിന്റെ തണുപ്പ് അവരെ പൊതിഞ്ഞു. അവിടെ നിന്നും നേരത്തെ ബുക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ അവർ മണാലിയിലേക്ക് തിരിച്ചു. ബിയാസ് നദിയുടെ തീരത്ത് കൂടിയുള്ള ആ യാത്ര അവിസ്മരണീയമായിരുന്നു. ഒരു വശത്ത് പതഞ്ഞൊഴുകുന്ന നദി,
മറുവശത്ത് ആകാശം മുട്ടി നിൽക്കുന്ന പച്ചപ്പും മഞ്ഞും പുതച്ചു നിൽക്കുന്ന പർവ്വതനിരകൾ. ആ പ്രകൃതി ഭംഗി കണ്ട് ഗൗരിയും രശ്മിയും യാത്രാക്ഷീണം മുഴുവനും മറന്നു. സന്ധ്യ മയങ്ങുന്ന സമയത്തോടു കൂടിയാണ് അവർ മണാലിയിലെ ഹിമാലയൻ ഫോർട്ട് റിസോർട്ടിൽ എത്തിയത്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ പൈൻ മരങ്ങൾക്കിടയിൽ ഒരു പഴയ കെട്ടിടത്തിന്റെ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന അതിമനോഹരമായൊരു റിസോർട്ടായിരുന്നു അത്. തൊട്ടടുത്ത് തന്നെ ബിയാസ് നദി ഒഴുകുന്നതിന്റെ നേർത്ത ശബ്ദം കാതുകൾക്ക് കുളിരേകി. കോടമഞ്ഞ് പതുക്കെ റിസോർട്ടിനെ പൊതിയാൻ തുടങ്ങിയിരുന്നു. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച വലിയ കെട്ടിടത്തിലെ മഞ്ഞ വെളിച്ചം ആ തണുപ്പിലും വല്ലാത്തൊരു ഊഷ്മളത നൽകി. വാഹനത്തിൽ നിന്നിറങ്ങിയ എല്ലാവരും ആ തണുപ്പിൽ പരസ്പരം ചേർന്ന് നിന്നു. കനത്ത ജാക്കറ്റിനുള്ളിലും കുട്ടികൾ തണുപ്പുകൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ മുഖത്തും വലിയ സന്തോഷമായിരുന്നു. ലഗേജുകളും ബാഗുകളും ഒക്കെ എടുത്ത് ആ മനോഹരമായ റിസോർട്ടിന്റെ പ്രൗഢി കണ്ട് വിസ്മയിച്ചും കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൈ പിടിച്ച് അവർ എല്ലാവരും ഒന്നായി ആ റിസപ്ഷനിലേക്ക് നടന്നു കയറി. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു.